വർഷക്കാലം തികയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വിഷം തുപ്പിയ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിരിക്കും 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന RSSന്റെ പ്രചാരകൻ ആദരണീയനായ നരേന്ദ്രമോദിയുടെ പേര് എന്ന് പറയുന്നത്. ഇത് വെറും തുടക്കമാണ്, ബാക്കി നീ അറിയാൻ പോകുന്നു. എന്തുകൊണ്ട് മാറ്റി മാറ്റി പറയുന്ന ലക്ഷണമൊത്ത ഒരു കള്ളനായി RSSന്റെ പ്രചാരകനായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാറേണ്ടതായി വന്നു? ഈ തരം പ്രസംഗിക്കുന്ന ഇവിടെ സംസാരിക്കുന്ന CPMന്റെ പ്രതിനിധി അദ്ദേഹം പണ്ട് പറഞ്ഞത്, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ഈ മാനവരക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാമോദിസ മുക്കുന്നത് എന്തിനാ? മാമോദിസ മുക്കി എൻ്റെ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ തയ്യാറാക്കുക. മറുഭാഗത്ത് പാവപ്പെട്ട ജനങ്ങളെടുത്ത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന് പറയാം. ഇങ്ങനത്തെ ഇരട്ടത്താപ്പും കാപട്യവും BJPക്ക് ഇല്ല.